ഹലോ എവരിവൺ, എൻട്രി ലെവൽ കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇൻക്ലൂസീവ് ടാക്സ് എന്നുള്ളതാണ്. ഇൻക്ലൂസീവ് ടാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും നമുക്കൊന്ന് നോക്കാം എന്താണ് ഇൻക്ലൂസീവ് ടാക്സ് എന്നുള്ളത്. ഇൻക്ലൂസീവ് ടാക്സ് എന്ന് പറയുന്നത് നമുക്കൊരു എമൗണ്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ കടയിൽ പോയി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് വരിക. ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ പേ ചെയ്യുന്നുണ്ടാവുന്നത്. അതിൽ നമുക്ക് എത്രയാണ് കോസ്റ്റ് ചിലവായിട്ട് ഉണ്ടാവുക എന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അതിൻ്റെ കൂടെ ടാക്സ് കൂടെ ചേർത്തിട്ട് വരുന്നതുകൊണ്ട് നമ്മളൊരു എമൗണ്ട് അങ്ങ് കൊടുക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് ഞാൻ കടയിൽ പോയിട്ട് ഒരു 2000 രൂപയ്ക്ക് സാധനം പർച്ചേസ് ചെയ്തു. ഈ 2000 രൂപയ്ക്ക് സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ GST വാല്യൂ എന്ന് പറയുന്നത് 5% ആണ്. ഈ 5% GST വാല്യൂ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് 2000 റുപ്പീസ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് ആക്ച്വലി എത്ര കോസ്റ്റ് ആയിട്ടുണ്ടാവും, ആ കോസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ 2000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ GST എമൗണ്ടും ടാക്സിബിൾ എമൗണ്ടും ചേർന്നിട്ട് വരുന്നതാണ്. ടാക്സിബിൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ആക്ച്വൽ കോസ്റ്റും GSTയും കൂടി ചേർന്ന് വരുന്ന ഈ 2000 രൂപയിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ എൻ്റെ ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. 2000 × 100 ഡിവൈഡഡ് ബൈ 105 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വൽ കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് കിട്ടും. അതിൽ 100 എന്ന് പറയുന്നത് 100% എന്നുള്ളതാണ്. നമ്മുടെ 100 ഇപ്പം ആക്ച്വൽ കോസ്റ്റിൻ്റെ എമൗണ്ട് ഒന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആക്ച്വൽ കോസ്റ്റിനെ ഇവിടെ 100 ആയി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ 105 അതായത് ആക്ച്വൽ കോസ്റ്റ് പ്ലസ് GST, അതാണ് നമ്മുടെ 105% എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം എൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1904.76 എന്നുള്ളതായിരിക്കും. ഈ എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.